ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാത്തവരായി ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും നമ്മൾ മലയാളികളുടെ ഇടയ്ക്ക് ലോട്ടറി എടുക്കുവാനുള്ള ഒരു പ്രവണത വളരെയേറെ കൂടുതലാണ് താനും. മറ്റുള്ള വ്യക്തികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അങ്ങ് ദുബായ് ലോട്ടറി മുതൽ ഇങ്ങ് കേരള സർക്കാർ നടത്തുന്ന ലോട്ടറികൾ വരെ ഓരോ പല വ്യക്തികളുടെയും ജീവിത ഭാഗ്യം മാറ്റിമറിച്ച കഥകൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട് താൻ. എന്നാൽ കേരള സർക്കാരിന്റെ ലോട്ടറിയിൽ 1 കോടി രൂപ ഭാഗ്യം കൈവന്ന ഒരു വയോധികയ്ക്ക് ആ 1 കോടി രൂപയുടെ സ്ഥാനത്ത് വെറും 100 രൂപ നൽകി ആ ടിക്കറ്റ് കൈപ്പറ്റി വഞ്ചിക്കുവാൻ ശ്രമിച്ച ഒരു കഥയല്ല സംഭവമാണ് കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ പാവകളുടെയും തൊപ്പിയുടെയും വഴിയോര കച്ചവടം നടത്തുന്ന 72-കാരിയായ സുകുമാരി അമ്മ എന്ന സ്ത്രീക്കാണ് ഇങ്ങനെയൊരു ദുര്യോഗം ഉണ്ടായത്. സംഭവം ഇങ്ങനെയാണ്. സുകുമാരി അമ്മ സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ്. അങ്ങനെ സുകുമാരി അമ്മ കഴിഞ്ഞ ദിവസവും കേരള സർക്കാരിന്റെ 50-50 എന്നറിയപ്പെടുന്ന ലോട്ടറി ഒരു സീരീസിലെ ടിക്കറ്റുകൾ മുഴുവൻ വാങ്ങിയിരുന്നു. 1200 രൂപ മുടക്കി 12 ടിക്കറ്റുകൾ ഇവർ കൈപ്പറ്റിയിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. സുകുമാരി അമ്മ ഈ ടിക്കറ്റുകൾ വാങ്ങിയത് കണ്ണൻ എന്ന ഒരു ലോട്ടറി ഏജന്റിൽ നിന്നായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ കണ്ണൻ സുകുമാരിയമ്മ വാങ്ങിയ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് എന്നറിഞ്ഞപ്പോൾ സുകുമാരിയമ്മയുടെ അടുത്ത് ചെല്ലുകയും സുകുമാരിയമ്മ വാങ്ങിയ 12 ടിക്കറ്റുകൾക്കും ഓരോ ടിക്കറ്റിനും 500 രൂപ വെച്ച് സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ ടിക്കറ്റുകൾ സുകുമാരിയമ്മയിൽ നിന്ന് വാങ്ങുകയും കുറച്ച് പണം നൽകുകയും ബാക്കി സമ്മാനം ലഭിച്ച തുകയ്ക്ക് പകരമായി ടിക്കറ്റുകൾ നൽകുകയും ചെയ്തു. എന്നാൽ ഈ കണ്ണൻ എന്ന് പറയുന്ന ലോട്ടറി ഏജന്റ് സുകുമാരിയമ്മയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുമ്പോൾ സുകുമാരിയമ്മയുടെ സമീപം വേറൊരു ലോട്ടറി ഏജന്റ് ഉണ്ടായിരുന്നു. പ്രഭ എന്ന പേരുള്ള വേറൊരു സ്ത്രീ. ആ സ്ത്രീ ഒരു കൗതുകത്തിന് സുകുമാരിയമ്മയുടെ ടിക്കറ്റുകൾ വെറുതെ എടുത്ത് പരിശോധിച്ചിട്ട് ഈ ടിക്കറ്റിനൊന്നും 500 രൂപ ഇല്ലല്ലോ എന്നൊരു പരാമർശം നടത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉടനെ തന്നെ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ക്ഷമിക്കണം, 500 അല്ല 100 രൂപയാണ് അടിച്ചത് എന്ന് പറയുകയും ദ്രുതഗതിയിൽ ടിക്കറ്റുകളെല്ലാം വാങ്ങി 1200 രൂപ കൊടുക്കുകയും അങ്ങനെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി പോകുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴും സുകുമാരി അമ്മയുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വേറൊരു ലോട്ടറി ഏജന്റിന്റെ കൈവശം കൊടുക്കുകയും തനിക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് എന്നും പറയുകയും അങ്ങനെ സുഹൃത്തുക്കൾക്കിടയിൽ മധുര വിതരണം നടത്തുകയും അങ്ങനെ നിമിഷ നേരം കൊണ്ട് കണ്ണൻ പ്രശസ്തനാവുകയും ഒക്കെ ചെയ്തു. കണ്ണനിൽ ലോട്ടറി അടിച്ച വിവരം വേറെ ചില വ്യക്തികളിലൂടെ പ്രഭ എന്ന ലോട്ടറി ഏജന്റ് അറിയുകയും പ്രഭയ്ക്ക് മനസ്സിൽ തോന്നിയ ഒരു സംശയം അതാണ് കണ്ണനെ ഈ കുറ്റകൃത്യത്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിന് സഹായിച്ചതിലേക്ക് നീണ്ടത്. പ്രഭ എന്ന ലോട്ടറി ഏജന്റ് പിറ്റേ ദിവസം സുകുമാരി അമ്മയുടെ അടുത്ത് ചെല്ലുകയും ഇങ്ങനെ കണ്ണനെ ലോട്ടറി അടിച്ച വിവരം പറയുകയും ഒക്കെ ചെയ്യുന്നു. ഭാഗ്യത്തിന് സുകുമാരി അമ്മ താൻ വാങ്ങിയ ടിക്കറ്റുകളുടെ നമ്പർ എവിടെ എഴുതി വെച്ചിരുന്നു. ഈ നമ്പറുകൾ ഒന്നാം സമ്മാനം അടിച്ച നമ്പറുകളുമായി താരതമ്യം ചെയ്തപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന ടിക്കറ്റുകളിൽ ഒന്നിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചതെന്ന് മനസ്സിലായി. ഉടനെ തന്നെ കണ്ണനെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും കണ്ണൻ അവരോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. തുടർന്ന് അയാൾ ഫോൺ ഓഫ് ചെയ്യുന്നു. അപ്പോൾ സുകുമാരിയമ്മയ്ക്ക് മനസ്സിലാവുന്നു താൻ കബളിപ്പിക്കപ്പെട്ടതാണ് എന്ന്. ഉടനെ അവർ മ്യൂസിയം പോലീസിൽ പോയി പരാതി കൊടുക്കുകയും പോലീസ് അവരുടെ ഭാഗം കേട്ടപ്പോൾ അവർക്ക് അതിൽ ന്യായമുണ്ട് എന്ന് മനസ്സിലാകുകയും അങ്ങനെ ഉടനെ കണ്ണനെ വിളിച്ചു വരുത്തുകയും കണ്ണനെ കുറ്റവിചാരണ ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് കണ്ണന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നും അയാൾ സുകുമാരിയമ്മയുടെ ടിക്കറ്റ് ചതിയിലൂടെ കൈവശപ്പെടുത്തുകയായിരുന്നു എന്നും പോലീസിന് മനസ്സിലായി. തുടർന്ന് പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ സമ്മാനം ലഭിച്ചു എന്ന് അവകാശപ്പെട്ട് കണ്ണൻ ടിക്കറ്റ് ഓൾറെഡി ലോട്ടറി ഡയറക്ടറേറ്റിൽ സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം റിപ്പോർട്ടുകൾ പ്രകാരം. ഇനി ഇതിന്റെ ഭാവി ഒന്നുകിൽ പോലീസ് പറയുന്നത് പ്രകാരം, റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ഒന്നുകിൽ സുകുമാരി അമ്മയും കണ്ണനും തമ്മിൽ ഒരു ഔട്ട്സൈഡ് സെറ്റിൽമെന്റ് നടത്തുകയോ അല്ലെങ്കിൽ ഇനി ഇത് കോടതിയിൽ പ്രൂവ് ചെയ്ത് സുകുമാരി അമ്മയ്ക്ക് ഇത് മേടിക്കേണ്ടതായി വരികയോ ചെയ്യും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ഏതായാലും വളരെ കാത്തിരുന്ന 72ാമത്തെ വയസ്സിൽ തനിക്ക് സ്വന്തമായ ഒരു കിടപ്പാടും പോലും ഇല്ലാതെ ഒരു വീട് വെക്കുവാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ച അവർക്ക് ലഭിച്ച ഈ സൗഭാഗ്യം ഇങ്ങനെ മറ്റൊരു വ്യക്തി
ചതിയിലൂടെ കൈവശപ്പെടുത്തിയത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എങ്കിൽ കൂടിയും സുകുമാരി അമ്മയ്ക്ക് നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് കൈവന്ന ഭാഗ്യം അവർക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു ചെറിയ വീട് എങ്കിലും അവർക്ക് ഉണ്ടാക്കുവാൻ ഇതിലൂടെ ദൈവം അവരെ സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായി ആശംസിക്കാം.